ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS GNM ആൻഡ് ANM കോഴ്സസിന്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമുള്ള സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒക്ടോബർ 22 തീയതി വരെയാണ്. അതിനുശേഷം ഒക്ടോബർ 23 തീയതിക്ക് മുന്നോടിയായിട്ട് കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതുമാണ്. കുറച്ച് കുട്ടികൾ കമന്റ് സെക്ഷനിൽ ചോദിച്ച ഒരു കാര്യമാണ്, ഫോർത്ത് അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇനി ഫോർത്ത് അലോട്ട്മെന്റ് അല്ല, സ്പോട്ട് അലോട്ട്മെന്റ് ആണ് ഉള്ളത്. വരുന്ന വേക്കൻസി സീറ്റുകൾ അനുസരിച്ച് 25 തീയതി, അതായത് ഒക്ടോബർ 25 തീയതിയാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. സ്പോട്ട് അലോട്ട്മെന്റിന് നിങ്ങൾ ഡയറക്റ്റ് സെന്ററിലേക്ക് പോകേണ്ടതാണ്. ഓരോ ജില്ലയിലുമുള്ള കുട്ടികൾ എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജില്ലകളിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലിസ്റ്റ് ഓഫ് LBS ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റർ നോക്കാം. തിരുവനന്തപുരം ആണെങ്കിൽ LBS സെന്റർ നന്ദാവനം പാളയം തിരുവനന്തപുരമാണ്. കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗ് പൊരുവഴി ശാസ്താംകോട്ട. അടൂർ സെക്കൻഡ് ഫ്ലോർ സന്തോഷ് ബിൽഡിംഗ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ അടൂർ പത്തനംതിട്ട. ആലപ്പുഴ LBS സബ് സെന്റർ മുനിസിപ്പൽ ലൈബ്രറി ബിൽഡിംഗ് തട്ടംപള്ളി ആലപ്പുഴ. പമ്പാടി LBS സബ് സെന്റർ ഭാഗം ബിൽഡിംഗ്സ് നിയർ പോലീസ് സ്റ്റേഷൻ KK റോഡ് പമ്പാടി കോട്ടയം. ദെൻ കളമശ്ശേരി LBS റീജിയണൽ യൂണിറ്റ് HMT ജംഗ്ഷൻ NAD റോഡ് കളമശ്ശേരി. തൃശൂർ LBS റീജിയണൽ യൂണിറ്റ് അലുംകുഴി റോഡ് ചിയ്യാരം തൃശൂർ. ഒരു സെന്റേഴ്സിന്റെ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ലൊക്കേഷനൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ സ്പോട്ട് അലോട്ട്മെന്റിന് പോകുമ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോവുക. വാക്കൻസി എല്ലാം നോക്കി ഏതൊക്കെ ഓപ്ഷൻ വെക്കണം, ഏതൊക്കെ ഇഷ്ടപ്പെട്ട കോളേജസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് ഉള്ളത് എന്നതെല്ലാം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ ടോക്കൺ ഫീസും കയ്യിൽ കരുതണം. പറയുന്ന സമയത്ത് തന്നെ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഫീസും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. പാലക്കാട് ആണെങ്കിൽ LBS സബ് സെന്റർ സെക്കൻഡ് ഫ്ലോർ ചരു ചേംബേഴ്സ് ന്യൂറാനി ഷൊർണൂർ റോഡ് പാലക്കാട്. ദെൻ മഞ്ചേരി LBS സബ് സെന്റർ ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ ചേരിപ്പടി മഞ്ചേരി മലപ്പുറം. കോഴിക്കോട് LBS റീജിയണൽ യൂണിറ്റ് 17/420 ഇന്ദിരാഗാന്ധി റോഡ് കോഴിക്കോട്. ദെൻ കണ്ണൂർ LBS റീജിയണൽ യൂണിറ്റ് ഓൾഡ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് നിയർ SN പാർക്ക് കണ്ണൂർ. കാസർഗോഡ് LBS സെന്റർ 3rd ഫ്ലോർ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൾഡ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ്. ഇത്രയും LBS ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ താല്പര്യം അവിടെ പോവുക. പോകുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതണം. ഓൾറെഡി അലോട്ട്മെന്റ് എടുത്തിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കോളേജിൽ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ കോളേജിന്റെ പെർമിഷനോട് കൂടി വേണം സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്പോർട്സിന്റെ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ നോർമലി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. നിങ്ങളുടെ സ്പോർട്സ് റാങ്ക് അനുസരിച്ചുള്ള റിസർവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവും. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അപ്ഡേഷൻസ് അറിയിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.